ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കാൻ NSS നേതൃത്വം നിർദ്ദേശിച്ചതായി NSS മാവേലിക്കര യൂണിയൻ മുൻ പ്രസിഡന്റ് TK പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും BJPയെ പിന്തുണയ്ക്കാൻ നിർദ്ദേശം നൽകി. മറ്റു മണ്ഡലങ്ങളിൽ UDFനെ പിന്തുണയ്ക്കാനായിരുന്നു നിർദ്ദേശം. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതാണ് തന്നെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നും TK പ്രസാദ് പറഞ്ഞു. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നും അല്ലാത്ത മണ്ഡലങ്ങളിൽ UDFന് വോട്ട് ചെയ്യണമെന്നും ഒരു ധാരണ ഉണ്ടായിരുന്നു. കത്ത് രേഖാമൂലമൊന്നുമില്ല, എല്ലാം ഓറൽ അറിയിപ്പുകളും ടെലിഫോണിക് മെസ്സേജുകളും ഒക്കെ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, NSS നടപടിയെടുത്തതിന് ശേഷമാണ് TK പ്രസാദിന്റെ ഒരു വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? രേണുക, LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിൻ്റെ പേരിലാണ് മാവേലിക്കര താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടത്. ഇത് ഇവിടുത്തെ NSS ഭാരവാഹികളെ NSS ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണം. ഇതിന് പിന്നാലെയാണ് മുൻ പ്രസിഡന്റിന്റെ ആരോപണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ NSS ജനറൽ സെക്രട്ടറി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ NSS സ്വീകരിക്കുന്നത് സമദൂര നിലപാടായിരിക്കുമെന്നാണ്. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങളാണ് ഇപ്പോൾ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് NSSന്റെ ഇത്തരത്തിലുള്ള ഒരു വാദം പൊള്ളയാണ്. കാരണം തിരുവനന്തപുരത്തും പത്തനംതിട്ടയും BJPയെ പിന്തുണയ്ക്കണമെന്ന് വാക്കാൽ യൂണിയനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ UDFനെ സഹായിക്കണമെന്നാണ് നിർദ്ദേശം. LDFനെ ഒരു വിധത്തിലും സഹായിക്കരുതെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്ന ഒരു വലിയ ആരോപണമാണ് ഇപ്പോൾ മുൻ പ്രസിഡന്റ് ഉയർത്തുന്നത്. ഇതിന് NSS നേതൃത്വമാണ് മറുപടി നൽകേണ്ടത്. ഏതായാലും ഇവിടുത്തെ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുന്നു. കാരണം ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകി അദ്ദേഹം ഓഫീസിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വീകരിച്ചിരുത്തി എന്നതാണ് വലിയ കുറ്റമായി കണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടുത്തെ യൂണിയൻ പിരിച്ചുവിടപ്പെട്ടതും. ഏതായാലും സുകുമാരൻ നായർ നേരത്തെ വ്യക്തമാക്കിയ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രേണുക, ഞാൻ വിനോദിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ NSS മാവേലിക്കര യൂണിയൻ മുൻ പ്രസിഡന്റ് TK പ്രസാദ് തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ TK പ്രസാദ്, സമദൂരം എന്നതായിരുന്നു NSSന്റെ പ്രഖ്യാപിത നിലപാട്. അതിൽ നിന്ന് വിഭിന്നമായി എന്ത് സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായ പ്രകാരം ജയിക്കുന്ന സ്ഥാനാർത്ഥി UDFന്റെയും BJPയുടെയും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് NSS വോട്ട് കൊടുക്കണം. ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് കൊടുക്കുകയും അല്ലാത്ത സ്ഥലങ്ങളിൽ UDFന് കൊടുക്കുകയും ചെയ്യണം. BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി NSS കരുതുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് മണ്ഡലങ്ങള് തിരുവനന്തപുരം, പത്തനംതിട്ട ജയസാധ്യതയുള്ളതായി അവകാശപ്പെട്ടുകൊണ്ട് അവിടെ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിൽ UDFന് വോട്ട് ചെയ്യണമെന്നും വോട്ട് ചെയ്യണമെന്നും. ഇത് എങ്ങനെയാണ് ഈ നിർദ്ദേശം കീഴ്ഘടകങ്ങളിൽ താഴെത്തട്ടിലൊക്കെ എത്തിച്ചിട്ടുള്ളത്? താഴെത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അത് താലൂക്ക് യൂണിയന്റെ ഭാരവാഹികൾ ഔദ്യോഗികമായിട്ട് ചങ്ങനാശ്ശേരി ചെന്ന അവസരത്തിൽ ജനറൽ സെക്രട്ടറി ഞങ്ങളെ അറിയിച്ചതാണ്. ഇപ്പോൾ താങ്കൾക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് ചിറ്റയം ഗോപകുമാറിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ പങ്കെടുത്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിനിടയാക്കി ഈ നടപടിയിലേക്ക് ഇടയാക്കിയ ഒരു സാഹചര്യം എന്താണ്? അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുമായി യാതൊരു തരത്തിലും സഹകരിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുമായി യാതൊരു തരത്തിലും പങ്കെടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതും ഇതുപോലെ ഓറലായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ചിറ്റയം ഗോപകുമാർ എന്ന സ്ഥാനാർത്ഥി ഞാൻ ഓഫീസിലുള്ള അവസരത്തിൽ മറ്റ് എൻ്റെ സഹപ്രവർത്തകരും കൂടെ ഓഫീസിലിരിക്കുന്ന അവസരത്തിൽ വന്നു കയറുകയാണ്. അപ്പം ഒരാൾ വോട്ട് ചോദിച്ചൊരു കാൻഡിഡേറ്റ് വന്നാൽ ആ കാൻഡിഡേറ്റിനെ ഒരു ആതിഥ്യ മര്യാദ അനുസരിച്ച് സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കുള്ളത് കൊണ്ട് അവിടെ നിന്ന് അപ്പൊ വാട്സപ്പിൽ അവരൊരു ഫോട്ടോ മറ്റോ എടുത്തു മൊബൈലില്, അത് വാട്സപ്പിലിട്ടു. അത് ജനറൽ സെക്രട്ടറി ചുടിപ്പിച്ചു. അതിന്റെ പരിണിത ഫലമാണ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിട്ടത്. തീർച്ചയായും. അപ്പോൾ പറയൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ അതിനകത്ത് തോന്നുന്നത്, പ്രത്യേകിച്ച് ഹരിജനങ്ങളോടും
ഒക്കെ വളരെ മൃദുത്വമായ നിലപാട് സ്വീകരിക്കണമെന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ സമുദായ ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് ഒരു ഹരിജൻ കാൻഡിഡേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിനെ തള്ളി പുറത്തിറക്കി വിടുന്നത് മര്യാദയ്ക്ക് യോജിച്ചതല്ലെന്നും ഇതര ജാതി മതവിഭാഗങ്ങളോട് ശോഭകരമല്ലാത്ത രീതി പെരുമാറണമെന്നും പഠിപ്പിച്ച സമുദായ ആചാര്യന്റെ വാക്കുകൾക്കെതിരാണ് അദ്ദേഹത്തിനെ അന്നേരം അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. ശരി, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ LDF കൺവീനർ A. വിജയരാഘവൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിജയരാഘവൻ, ഇവിടെ NSSന്റെ മാവേലിക്കര യൂണിയൻ മുൻ പ്രസിഡന്റ് TK പ്രസാദിന്റെ വാക്കുകളാണ് താങ്കൾ കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കാൻ NSS നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് അദ്ദേഹം പറയുന്നത്. BJPക്ക് വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ BJPക്കും അല്ലാത്ത ഇടങ്ങളിൽ UDFനും വോട്ട് ഉറപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറയുന്നു. തെരഞ്ഞെടുപ്പില് NSS പോലെയുള്ള ഒരു സംഘടന പരസ്യമായി പ്രഖ്യാപിച്ചത് സമഗ്ര സിദ്ധാന്തം തുടരും എന്നാണ്. അതിനാണ് ഞാൻ പത്രത്തില് വായിച്ചത്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക സജീവ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാത്ത സാമുദായിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് NSS ആ വിഭാഗം അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിന് നേരെ തീരുമാനങ്ങൾ എടുക്കില്ല, എതിരായ തീരുമാനങ്ങൾ എടുക്കില്ല എന്നാണ് നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുക. അതിന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് പൊതുവെ നല്ലൊരു കാര്യമായിട്ട് പറയാൻ കഴിയില്ല. NSS ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരം എന്ന അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി താൽപര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ? അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായ സാഹചര്യം കൂടി താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, NSS അങ്ങനെ ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചാലോ അല്ലെങ്കിൽ സർക്കുലർ അയച്ചാലോ നായർ സമുദായ അംഗങ്ങളാകെ ആ നിലയിൽ ചിന്തിക്കും എന്ന് നമുക്ക് കരുതാനാവില്ല. നമ്മുടെ അനുഭവം തെളിയിക്കുന്നത് ഈ നമ്മുടെ സമൂഹം നേരിടുന്ന ഗൗരവമേറിയ സാമൂഹ്യ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന തീവ്രവർഗീയതയുടെ, തീവ്ര ഹിന്ദുത്വത്തിന്റെ, സമാന്തരമായി തന്നെ സാമ്പത്തിക തകർച്ചയുടെ, ഇതിന്റെ എല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഒരു സമുദായമാണ് നായർ സമുദായം. ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ മികച്ച ചെറുപ്പക്കാരുള്ള ഒരു സമുദായമാണ് നായർ സമുദായം. മോഡി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിന്റെ എല്ലാ ദുരിതവും അവർക്ക് പേരേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മുന്നോക്ക സമുദായ സംവരണത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്കുള്ള സംവരണം എതിർത്ത മുസ്ലിം ലീഗ്. അപ്പോ ആ പാർട്ടിക്ക് അനുകൂലമായിട്ട് മുന്നോക്ക സമുദായാംഗങ്ങളെ വോട്ട് ചെയ്യും. ആ പാർട്ടിക്ക് അനുകൂലമായിട്ട് മുന്നോക്ക സമുദായാംഗങ്ങൾ വോട്ട് ചെയ്യും. അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഇവർ എന്തുതരം സർക്കുലർ അയച്ചാലും കേരളത്തിലെ ആ സമുദായ വിഭാഗത്തിലെ സാധാരണക്കാർ കാലാനുസാരിയായ ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പമാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇത് പാഴ്വാക്കായിട്ട് മാറും. പക്ഷേ ശ്രീ A. വിജയരാഘവൻ, ഇവിടെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത പലപ്പോഴും CPMന്റെ നേതാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ പോലും നിഷേധാത്മകമായ നിലപാട് സുകുമാരൻ നായരിൽ നിന്നുൾപ്പെടെ ഉണ്ടാകുന്നത് നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് അതിനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം. ഇപ്പോൾ 2 BJPയെയും 18 UDFനെയും പിന്തുണയ്ക്കുകയാണ് NSS. ആ നിർദ്ദേശം വാക്കാൽ എല്ലാവർക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? അത് ആശങ്കയൊന്നും സൃഷ്ടിക്കില്ല. നമ്മളെപ്പോഴും വളരെ സമാധാനപരമായ രൂപത്തിലാണ് കാര്യങ്ങളെ കാണുക. വൈകാരികമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലല്ല CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാമുദായിക സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രീയ സംഘടനകളും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമുദായിക സംഘടനകൾ അടിസ്ഥാനപരമായി രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചുള്ള അന്തിമ വിധികർത്താക്കളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നവരോ അല്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിലെ സാമൂഹ്യ വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന രീതി. മറ്റത് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ രാഷ്ട്രീയമായ തീരുമാനങ്ങളും കാര്യങ്ങളും എടുത്തു പോകുന്നത്. സ്വാഭാവികമായിട്ടും NSS ഒക്കെ സാമുദായിക രംഗത്താണ് പ്രവർത്തിച്ചു പോരുന്നത്. രാഷ്ട്രീയത്തില് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള നിലയിൽ അവർ നിലപാട് സ്വീകരിക്കുന്നത് അഭികാമ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് ഇങ്ങനെ
18-2 എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അത് നടപ്പിലാവോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങള് ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയോട് വലിയ വിരോധം സൃഷ്ടിക്കുക, അത് ഞങ്ങളുടെ നിലപാടല്ല. അവരുമായിട്ടുള്ള ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് പൊതുവെയുള്ള നമ്മുടെ സമൂഹ താല്പര്യങ്ങൾക്കെതിരായിട്ട് അവർ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവരോട് ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ശരി, വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ല എന്ന ആത്മവിശ്വാസമാണ് LDF കൺവീനർ നമ്മളോട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം? NSS സമദൂരം എന്ന് പരസ്യമായി പറയുകയും കൃത്യമായ നിർദ്ദേശം അണികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും? രേണുക, പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് CPM-ഉം NSS-ഉമായി ഉടലെടുത്ത തർക്കമാണ് ഇപ്പോൾ ഇത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല വിവാദം ഒരു ഘട്ടം എത്തിയപ്പോൾ CPM പലകുറി ചർച്ചയ്ക്ക് സന്നദ്ധമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ NSS നേതൃത്വത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ പൂർണ്ണമായും ആ ചർച്ചയുടെ സാധ്യതകളെല്ലാം മങ്ങി. തർക്കം അതേപടി തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടേതായി വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. അതിൽ വ്യക്തമാക്കിയിരുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം തുടരും, സമദൂര നിലപാട് തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ TK പ്രസാദ് കൃത്യമായി പറയുന്നത് NSS-ലെ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയും NDA സ്ഥാനാർത്ഥികളെ, BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക, മറ്റിടങ്ങളിൽ UDF-നെ പിന്തുണയ്ക്കുക, ഒരു തരത്തിലും LDF സ്ഥാനാർത്ഥികളെ സഹായിക്കരുത് എന്ന നിർദ്ദേശം തന്നെയാണ് യൂണിയനുകൾക്ക് നൽകിയിട്ടുള്ളത്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ഭാരവാഹിത്വം നഷ്ടപ്പെട്ട മാവേലിക്കര മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കും. കാരണം ഒരു സമുദായ സംഘടന ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ഇവിടെ SNDP ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുണ്ട്, CPM-ന്റെ നിലപാടുണ്ട്. ഇനി CPM നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. SNDP നവോത്ഥാന മതിൽ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ KPMS-ഉം SNDP-യും CPM-നോടൊപ്പം ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും BJP-യെ സഹായിക്കണമെന്ന നിലപാടാണ് NSS എടുത്തിട്ടുള്ളത്. മറ്റിടങ്ങളിൽ UDF-നെ സഹായിക്കണമെന്നും പറയുന്നു. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. തീർച്ചയായും. എന്തായാലും NSS സമദൂരം കൈവിടുന്നു എന്നത് തന്നെയാണ് NSS മാവേലിക്കര യൂണിയൻ മുൻ പ്രസിഡന്റ് TK പ്രസാദിന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു TK പ്രസാദും ഒപ്പം തന്നെ LDF കൺവീനർ A വിജയരാഘവനും. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് AICC. തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിക്കാൻ രാഹുലിന് ക്ഷണമുണ്ട്. ക്ഷണം അവഗണിക്കാനാകില്ല. ജനങ്ങളുടെ ആവശ്യത്തെ മാനിക്കുന്നു. തീരുമാനമെടുത്താൽ അപ്പോൾ തന്നെ അറിയിക്കുമെന്നും AICC വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. നേരത്തെ വാർത്താസമ്മേളനത്തിൽ പാർട്ടിയുടെ പുതിയ വാഗ്ദാനം അറിയിച്ച രാഹുൽ ഗാന്ധി മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നില്ല. I am not interested in answering any other questions today. This is a groundbreaking idea. One second. I am not going to say anything else. This is a groundbreaking idea. ये ऐतिहासिक दिन है. हिंदुस्तान पे final assault on poverty is now beginning. ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് AICC വ്യക്തമാക്കുന്നത്. തീരുമാനം ഇന്നുണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? രേണുക, ഇന്നും തീരുമാനമുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം അല്പസമയം മുമ്പ് AICC-യുടെ വാർത്താസമ്മേളനത്തിൽ AICC വക്താവ് രൺദീപ് സുർജേവാല തന്നെ പറഞ്ഞത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുന്നതിനായി ക്ഷണമുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെയും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഓൺ റെക്കോർഡായി തന്നെ ഔദ്യോഗികമായി പറയുന്നത്. അതായത് ഒരു കാര്യം വ്യക്തമാവുകയാണ്, രാഹുൽ ഗാന്ധി ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. വയനാട്ടിൽ മത്സരിക്കണമോ എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്ന് വരുമെന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഇതുവരെയും രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. രാവിലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം പരാമർശിച്ചതേയില്ല. രാവിലെ കേവലം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ സംബന്ധിച്ച് മാത്രമായിരുന്നു ചർച്ച. ഉച്ചയ്ക്ക് 3:30 കോൺഗ്രസിന്റെ ഇന്നത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. അതിലും കേരളത്തിലെ ഈ ഇനിയും പ്രഖ്യാപനം അവശേഷിക്കുന്ന 2 സീറ്റുകളുടെ കാര്യം വരില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വയനാട് സീറ്റിന്റെയും വടകര സീറ്റിന്റെയും കാര്യത്തിൽ പ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്നത് തന്നെയാണ് കേരള നേതാക്കളെ അലട്ടുന്ന ചോദ്യം. ഇപ്പോൾ അതോടൊപ്പം
ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലോ മറ്റോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. BJPയുടെ ആ പ്രധാനമന്ത്രിയെ ദക്ഷിണേന്ത്യയിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ആ ഒരു സാധ്യത കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഒടുവിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാറില്ല. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെന്ന PC ചാക്കോയുടെ പരാമർശത്തെക്കുറിച്ച് ചെന്നിത്തല പ്രതികരിച്ചു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമില്ലെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. രാഹുൽ ഗാന്ധി വന്നാൽ നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആര് വന്നാൽ നമുക്ക് നമ്മൾ വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാം. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നല്ല ഭാഗ്യമായി വയനാട്ടിന് അദ്ദേഹം വരാനുണ്ടെങ്കിൽ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 12,000 രൂപ മാസവരുമാനം ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി. നിലവിലുള്ള വരുമാനം 12,000 രൂപയാകാൻ എത്ര രൂപയുടെ കുറവുണ്ടോ അത് സർക്കാർ നൽകും. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർക്ക് വർഷം 72,000 രൂപ സർക്കാർ ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. നരേന്ദ്രമോദിയുടെ കിസാൻ സമ്മാൻ യോജന പദ്ധതിക്ക് മറുപടിയായാണ് രാജ്യത്തെ എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പദ്ധതി. पैसा दे सकते हैं तो कांग्रेस पार्टी देश के सबसे गरीब लोगों को पैसा दे सकती है. 5 करोड़ फैमिलीज 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा. ഡൽഹിയിൽ AAPയുമായി സഖ്യത്തിലേർപ്പെടുന്നതിൽ കോൺഗ്രസിൽ ധാരണയായില്ല. ഡൽഹിയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PC ചാക്കോയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കണമെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തൂത്തുവാരിയ AAPയുമായി സഖ്യം പറ്റില്ലെന്ന നിലപാട് PCC അധ്യക്ഷ ഷീല ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു. ഇരു പാർട്ടികളും 3 സീറ്റുകൾ വീതം പങ്കിടുകയും ഒരു സീറ്റിൽ പൊതുസമ്മതനെ നിർത്തുകയും വേണമെന്നാണ് AAPയുടെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% VVPAT എണ്ണണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിനെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ചോദ്യം ചെയ്ത സുപ്രീംകോടതി. ജുഡീഷ്യറി അടക്കം എല്ലാ സ്ഥാപനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. മെച്ചപ്പെടുത്തലിന് എല്ലായ്പ്പോഴും സാധ്യതയുണ്ട്. പ്രോട്ടോകോളും നടപടിക്രമങ്ങളും കൃത്യമായി നവീകരിച്ചിരുന്നുവെങ്കിൽ VVPAT നിർബന്ധമാക്കാൻ സുപ്രീംകോടതിക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ VVPAT എണ്ണുന്ന നിലവിലെ രീതി തന്നെ ഫലപ്രദമാണെന്നായിരുന്നു കമ്മീഷന്റെ വാദം. ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ട് വ്യക്തമാക്കി വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കൊടും ചൂട് വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കും. ഈ മാസം സൂര്യാതപത്തിൽ പൊള്ളലേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണം 125ആയി. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ താപനില ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള മറ്റ് ജില്ലകളിലും ശരാശരിക്ക് മുകളിലായിരിക്കും താപനില. ഈ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വരെ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വളരെയേറെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകൾ പഠിക്കണം. വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് 50 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 4467 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് വനം വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സൂര്യാതാപം പരിഗണിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ്. ഇരുചക്ര വാഹനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തുന്നവർ സൂര്യാതാപം ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൂടേൽക്കാതിരിക്കാനുള്ള തരത്തിൽ വസ്ത്രധാരണം നടത്തണം.
ഓൺലൈൻ കമ്പനികൾ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. സഭാ തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. പള്ളി തർക്കത്തിൽ സഭയ്ക്ക് നീതി ലഭിച്ചില്ല. പെരുമ്പാവൂർ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെട്ടാൽ റിലേ സത്യാഗ്രഹം നടത്തുവാനും ഓർത്തഡോക്സ് വിഭാഗം തീരുമാനിച്ചു. ഓർത്തഡോക്സ് സഭയുടെ സുനഹദോസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. സഭയുടെ നിലപാടുകൾ എന്താണെന്ന് പ്രബുദ്ധരായ സഭാ മക്കൾക്കറിയാം. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മലങ്കര സഭാ മക്കളുണ്ട്. അവർ ഭംഗിയായിട്ട് പ്രതികരിക്കും, യാതൊരു സംശയവുമില്ല. മലങ്കര സഭയ്ക്കെതിരെ നടക്കുന്നതായി ഈ നീതി നിഷേധത്തിനെതിരായിട്ടും അതേപോലെ തന്നെ നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഭംഗിയായിട്ട് പ്രതികരിക്കുവാൻ മലങ്കര സഭാ അംഗങ്ങൾക്കറിയാം. അവർ പ്രതികരിച്ചിരിക്കും. SS ശരൺ ചേരുന്നു വിവരങ്ങളുമായി. ശരൺ, എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ സുനഹദോസിൽ ഉണ്ടായിട്ടുള്ളത്? നേരത്തെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആലുവയിൽ സുന്നഹദോസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗം സംയുക്തമായി വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് വലിയ തോതിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർന്നത്. പ്രധാനമായും സഭാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വലിയ രീതിയിലുള്ള നീതി നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായി വന്നിട്ട് പോലും സർക്കാർ അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീതി നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ യോഗത്തിലുണ്ടായതിനു ശേഷമാണ് സഭാംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ അവർ വ്യക്തമാക്കിയത് പ്രധാനമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യമാണ്. അതായത് സഭാംഗങ്ങൾക്കുണ്ടായ നീതി നിഷേധം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല എന്നുള്ളൊരു വ്യക്തമായ നിലപാടും അവർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് സുപ്രീം കോടതി വിധി അന്തിമമാണെന്നുള്ളൊരു പ്രസ്താവനയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ശബരിമല വിഷയത്തിൽ മാത്രം പോരാ ഇത്തരത്തിലുള്ളൊരു നിലപാട് എന്ന് കൂടി കോടിയേരി മനസ്സിലാക്കണമെന്നും ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പറയുകയുണ്ടായി. SS ശരൺ വിവരങ്ങൾ നൽകിയത്. സഭാതർക്കത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് യാക്കോബായ സഭയുടെ ഉപവാസം. സുപ്രീംകോടതി വിധി ഓർത്തഡോക്സ് സഭ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന് യാക്കോബായ സഭ ആരോപിച്ചു. പള്ളിത്തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ സമിതി രൂപീകരിച്ച് സർക്കാർ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് യാക്കോബായ സഭയുടെ പുതിയ സമരം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. നിരീക്ഷണ സമിതിയെ നിയമിച്ച ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനും കോടതി വിസമ്മതിച്ചു. പമ്പയിലേക്ക് വാഹന ഗതാഗതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു നൽകിയ ഹർജിയും സുപ്രീംകോടതി തള്ളി. നയൻതാരയ്ക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ നടൻ രാധാരവിയെ DMK പുറത്താക്കി. കൈയടിക്കാനും ചിരിക്കാനും ആളുണ്ടാകുന്നതുകൊണ്ടാണ് രാധാരവിയെ പോലെയുള്ളവർ ഇത്തരം പ്രസംഗം നടത്തുന്നതെന്ന് നയൻതാര പ്രതികരിച്ചു. ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റായ രാധാരവിക്കെതിരെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൂടുതൽ നടപടി ഉണ്ടായേക്കും. കൊലയുതിർക്കാലം എന്ന നയൻതാര ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് വേദിയിലായിരുന്നു രാധാരവിയുടെ അശ്ലീല പരാമർശങ്ങൾ. KR വിജയെപ്പോലെ മുഖത്ത് നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നവരാണ് മുമ്പ് സിനിമയിൽ സീതയെ അവതരിപ്പിച്ചിരുന്നത്. பேயாவும் நடிக்கிறாங்க, அந்த பக்கம் போய் சீதாவாவும் நடிக்கிறாங்க. இதெல்லாம் சாமி வேஷம் போடணும்னா KR விஜயம்மா தான் தேடுவாங்க. பார்த்தவொன்னே கும்பிட்றவங்களையும் போடலாம், பார்த்தவொன்னே கூப்பிடுறவங்களையும் போடலாம். പരാമർശത്തിനെതിരെ സംവിധായകൻ വിഘ്നേഷ് ശിവ, ഗായിക ചിന്മയി തുടങ്ങിയവർ രംഗത്തെത്തി. കഴിഞ്ഞ വർഷം രാധാരവിക്കെതിരെ ഒരു നടി ലൈംഗികാരോപണം ഉന്നയിച്ചെന്നും അവരുടെ അനുമതിയില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും വിഘ്നേഷ് ട്വീറ്റ് ചെയ്തു. സംഭവം വിവാദമായതോടെ പാർട്ടിയുടെ താരപ്രചാരകനെ DMK പുറത്താക്കി. ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റായ രാധാരവിക്കെതിരെ സംഘടനയിൽ നിന്നും നടപടിയുണ്ടായേക്കും. രാധാരവിയെ പുറത്താക്കിയ MK സ്റ്റാലിന് നയൻതാര പത്രക്കുറിപ്പിലൂടെ നന്ദി പറഞ്ഞു. കൈയടിക്കാനും ചിരിക്കാനും ആളുള്ളതുകൊണ്ടാണ് രാധാരവിയെ പോലുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത്. സീതയായും പ്രേതമായും ദേവിയായും ഭാര്യയായും പ്രണയിനിയായും ഇനിയും അഭിനയം തുടരുമെന്നും നയൻതാര പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.